Hi, welcome to Lash Class. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ കോമൺ കോഴ്സ് കലൈഡോസ്കോപ്പിലെ ഒഡീസി എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഗ്രീക്ക് മഹാകവിയായിട്ടുള്ള ഹോമർ എഴുതിയിട്ടുള്ള ഒരു ഇതിഹാസ കാവ്യമാണ്. നമുക്കതിൻ്റെ തുടക്കത്തിലെ കുറച്ച് ലൈൻസാണ് പഠിക്കാനുള്ളത്. നമ്മളിവിടെ ആ പോയത്തിൻ്റെ ചെറിയൊരു സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. Introduction. The poet invokes the muse to tell the tale of a man who wandered extensively after sacking Troy. ആദ്യ രണ്ട് വരികളിൽ പറയുന്നത് മ്യൂസിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. മ്യൂസ് എന്ന് പറയുന്നത് കാവ്യദേവത എന്ന് പറയുന്ന സങ്കല്പമാണ്. ഈ കവികൾക്കൊക്കെ എഴുതുന്ന സമയത്ത് ഇൻസ്പിറേഷൻ കൊടുക്കുന്നത് ഈ മ്യൂസ് എന്ന് പറയുന്ന കാവ്യദേവതയാണെന്നാണ് സങ്കല്പം. അപ്പോൾ ഒരാളുടെ കഥയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഈ ട്രോയിലെ യുദ്ധത്തിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരുന്നതിനിടയിൽ ഒരുപാട് അലഞ്ഞു തിരിയേണ്ടി വന്ന ഒരാളുടെ കഥയാണ് ഇവിടെ പറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. ഒഡീസിയസ് ജേർണി. ഒഡീസിയസ് ട്രാവൽസ് ഫാർ, എക്സ്പീരിയൻസിങ് വേരിയസ് സിറ്റീസ് ആൻഡ് ഗെയിനിങ് നോളജ്. ഇനി ആ അലഞ്ഞു തിരിഞ്ഞിട്ടുള്ള ആളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒഡീസിയസ് എന്നു പേരുള്ള രാജാവാണ്. ആ യുദ്ധം ജയിച്ചതിന് ശേഷം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുന്നതിനിടയിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കുകയാണ്. പല നഗരങ്ങളിൽ പോയി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഹി ഫേസസ് ന്യൂമറസ് ചലഞ്ചസ് എസ്പെഷ്യലി അറ്റ് സീ. ഇനി വരുന്ന വഴിയിൽ ഒരുപാട് വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വരുന്നുണ്ട്, പ്രത്യേകിച്ചും കടലിൽ വെച്ചിട്ട്. ഇൻ ഇറ്റ്സ് ക്വസ്റ്റ് ടു റിട്ടേൺ ഹോം ആൻഡ് റീയുണൈറ്റ് വിത്ത് ഹിസ് കംറേഡ്സ്. നാട്ടിൽ തിരിച്ചെത്തി നാട്ടുകാരോടും കുടുംബക്കാരോടും ഒപ്പം ചേരുന്നുള്ള അയാളുടെ ഈ പ്രയാണത്തിൽ അയാൾക്ക് ഒരുപാട് വെല്ലുവിളികളും അതുപോലെ തന്നെ പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നുണ്ട്. പ്രത്യേകിച്ചും കടലിലൂടെയുള്ള യാത്രയിലാണ് കൂടുതൽ അയാൾക്ക് നേരിടേണ്ടി വരുന്നത്. അപ്പോൾ അയാളുടെ കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. കംറേഡ്സ് ഫേറ്റ്. ഇനി അടുത്ത വരികളിൽ പറയുന്നത് അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ വിധിയാണ് പറയുന്നത്. Odysseus' comrades perish due to their own foolish act of consuming Helios' cattle, resulting in a delay in their return. അപ്പോൾ ഇവർ തിരിച്ചു വരുന്ന സമയത്ത് കടലിലൂടെ കപ്പലിലാണ് വരുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് വരാൻ വേണ്ടി പറ്റില്ല. വരുന്ന വഴിക്ക് ഇടയ്ക്ക് ഓരോ ദ്വീപുകളിലൊക്കെ നിർത്തിയൊക്കെയാണ് വരുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇവരൊരു ദ്വീപിൽ ചെല്ലുമ്പോൾ അവിടെ ഹീലിയോ എന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ കാറ്റിൽ, കന്നുകാലി കൂട്ടം അവിടെയാണ് ഉണ്ടായിരുന്നത്. അവിടെ ചെല്ലുമ്പോൾ തന്നെ ഇവരോട് പറയുന്നുണ്ട് ആ കന്നുകാലികളൊന്നും ചെയ്യരുത് എന്നുള്ളത്. പക്ഷേ ഒഡീസിയസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഇങ്ങനെ കടലിൽ ഒരുപാട് യാത്ര ചെയ്ത് ശരിക്കും ഭക്ഷണമൊന്നും കിട്ടാതെ വിശന്ന് തളർന്നിട്ടാണ് ഇരിക്കുന്നത്. അവർ ആ വിശപ്പിൽ ഈ ഹീലിയോയുടെ കന്നുകാലി കൂട്ടത്തെ കശാപ്പ് ചെയ്ത് കൊന്നു തിന്നുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും ദൈവത്തിന് ദേഷ്യം വന്നിട്ട് അവരുടെ കപ്പലിൽ ഇതുപോലെ പേമാരിയും മറ്റൊക്കെ കൊണ്ടുവന്ന് ആ കപ്പൽ തകർക്കുകയും ഒഡീസിയസിൻ്റെ കൂടെയുള്ള ആളുകൾ മരണപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ദെൻ ഗോഡസസ് റിക്വസ്റ്റ്. The poet asks the muse, daughter of Zeus, to narrate the story beginning wherever she chooses. അതിനുശേഷം വീണ്ടും മ്യൂസിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, കാവ്യദേവതയെ. ഇവിടെ ആ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദേവതയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. സിയൂസിൻ്റെ പുത്രിയായിട്ടുള്ള അദീനയോടാണ് ഈ ഒഡീസിയസിൻ്റെ കഥ പറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. സർവൈവേഴ്സ്. Other survivors have returned home safely, but Odysseus remains with Calypso, who desires him as her husband. ഇനി ആ ഒരു പേമാരിക്കും കപ്പൽ തകർന്നതിനൊക്കെ ശേഷം ബാക്കി ഉണ്ടായിരുന്ന ആളുകളൊക്കെ തിരിച്ച് നാട്ടിലേക്ക് എത്തി. ഒഡീസിയസ് മാത്രം ഇപ്പോഴും തിരിച്ചെത്തിയിട്ടില്ല. കാരണം ഇവർ വരുന്ന വഴിക്ക് ഇവർ ചെന്നുവിട്ടിട്ടുള്ള അടുത്തൊരു ദ്വീപിനകത്താണ് കാലിപ്സോ എന്ന് പറയുന്ന ഒരു ദേവത ഉണ്ടായിരുന്നത്. നിംഫ് എന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെ ഒരു ദേവതയാണ്. ഈ ദേവത ഇവിടെ ഒഡീസിയസിനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അയാളെ ഭർത്താവാക്കാൻ വേണ്ടി അയാളവിടെ പിടിച്ചു വച്ചിരിക്കുകയാണ്. അയാൾക്ക് ഓഫർ ചെയ്യുന്നത് ഇങ്ങനെ ഇമ്മോർട്ടാലിറ്റിയാണ്. അതായത് തന്നെ വിവാഹം ചെയ്യുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ മരണമില്ലാതെ കഴിയാൻ വേണ്ടി കഴിയും, നിത്യ യൗവനം തരാം, ദേവതയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ ഇതൊക്കെ കേട്ടിട്ടും തിരിച്ച് നാട്ടിലേക്ക് സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും അടുത്തേക്ക് പോകണം എന്ന് തന്നെയാണ് ഒഡീസിയസിൻ്റെ ആഗ്രഹം. അങ്ങനെ 7 വർഷക്കാലം ആ ദ്വീപിനകത്ത് കാലിപ്സോ ഒഡീസിയസിനെ അവിടെ പിടിച്ചു വയ്ക്കുന്നുണ്ട്. ഒഡീസിയസ് ടോയിൽ. Despite surviving war and sea, Odysseus faces challenges at home.
ഇനി വലിയൊരു യുദ്ധവും കടലിൽ ഒരുപാട് വെല്ലുവിളികളൊക്കെ കണ്ട് അതെല്ലാം അതിജീവിച്ച് വന്നിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിലും സ്വന്തം നാട്ടിലും അയാൾക്ക് പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും രാജാവ് കുറേ കാലം നാട്ടിലില്ലാതായി കഴിഞ്ഞാൽ വേറെ ആരെങ്കിലുമൊക്കെ ആ സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കുറേ പ്രയാസങ്ങളൊക്കെ ആൾക്ക് നാട്ടിലും നേരിടേണ്ടി വരുന്നുണ്ട്. മോസ്റ്റ് ഗോഡ്സ് സിമ്പതൈസ് വിത്ത് ഹിം. അപ്പോൾ മിക്കവാറും ദൈവങ്ങൾക്കൊക്കെ ഇയാളുടെ സഹതാപമാണ്. കാരണം ഇയാൾ ഇത്രയധികം കാര്യങ്ങളൊക്കെ കഷ്ടപ്പെട്ട് അതിജീവിച്ചിട്ടുണ്ട്. എക്സെപ്റ്റ് പോയിസ്റ്റോൺ ഹു ഹാർബേഴ്സ് റിസെൻമെൻറ്റ്. പോയിസ്ഡോൺ എന്നു പേരുള്ള ഒരു ദൈവത്തിന് മാത്രമാണ് ഈ ഒഡീസിയസിനോട് സിമ്പതി ഇല്ലാത്തത്. കാരണം അയാൾക്ക് വ്യക്തിപരമായിട്ട് ഒഡീസിയസിൻ്റെ അടുത്ത് ഒരു വൈരാഗ്യമുണ്ട്. പോയിസ്ഡോൺസ് ആങ്കർ. Poisson continues to harbor anger against Odysseus, creating additional hardships until he eventually reaches Ithaca. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴേക്കും ബാക്കിയുള്ള ദൈവങ്ങൾക്കൊക്കെ സഹതാപം തോന്നിയിട്ട് ഇയാൾ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് തിരിച്ചെത്തിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഇയാളെ സഹായിക്കുന്നുണ്ട്. പക്ഷേ പോയിസ്ഡോൺ മാത്രം, കാരണം ഈ പോയിസ്ഡോൺ എന്ന് പറയുന്ന ആളുടെ മകൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നത് ഒഡീസിയസുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലാണ്. അത് കാരണം കൊണ്ടാണ് പോയിസ്റ്റോൺ എന്ന് പറയുന്ന ദൈവത്തിന് ഈ ഒഡീസിയസിനോട് വളരെ വൈരാഗ്യമുള്ളത്. അപ്പോൾ ഇയാൾ മാത്രം ഈ ഒഡീസിയസ് നാട്ടിലേക്കുള്ള യാത്രയിൽ വീണ്ടും പ്രയാസങ്ങളൊക്കെ കൊണ്ടുവന്ന് അയാളെ കഷ്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം അതിജീവിച്ചിട്ടാണ് ഒഡീസിയസ് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. ഇനി ഇതിലെ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൂം ഡസ് ദ നരേറ്റർ ഓഫ് ദി ഒഡീസി ഇൻവോക്ക് ഇൻ ഓർഡർ ടു ഇൻസ്പയർ ഹിം ടു ടെൽ ദ സ്റ്റോറി. ഈ കഥ പറയാനുള്ള ഇൻസ്പിറേഷന് വേണ്ടി ആരോടാണ് ഈ നരേറ്റർ സഹായം തേടുന്നത്? ദ നരേറ്റർ ഓഫ് ദി ഒഡീസി ഇൻവോക്സ് ദ മ്യൂസ് ടു ഇൻസ്പയർ ആൻഡ് ഗൈഡ് ഹിം ഇൻ ടെല്ലിംഗ് ദ സ്റ്റോറി. നമ്മൾ നേരത്തെ കണ്ടതാണ്, മ്യൂസ് എന്ന് പറയുന്ന കാവ്യദേവതയോടാണ് ഇദ്ദേഹം സഹായം തേടുന്നത്. ഈ കാവ്യദേവത സിയൂസിൻ്റെ പുത്രിയായിട്ടുള്ള അഥീനയാണെന്ന് പിന്നീടുള്ള വരികളിലാണ് പറയുന്നത്. വൈ വോണ്ട് കാലിപ്സോ ലെറ്റ് ഒഡീസിയസ് ലീവ് ദി ഐലൻഡ് ഒഗീജിയ. ഇനി ഈ ഐലൻഡിൽ ചെന്ന് വിട്ടിട്ടുള്ള ഒഡീസിയസിനെ എന്തുകൊണ്ടാണ് അവിടെ കാലിപ്സോ എന്ന് പറയുന്ന ഈ ദേവത അവിടുന്ന് പോകാൻ അനുവദിക്കാത്തത്? കാലിപ്സോ വോണ്ട് ലെറ്റ് ഒഡീസിയസ് ലീവ് ദ ഐലൻഡ് ഒഗീജിയ ബിക്കോസ് ഷീ ഡിസൈർസ് ഹിം ആസ് ഹെർ ഹസ്ബൻഡ് ആൻഡ് ഈസ് അൺവില്ലിങ് ടു ലെറ്റ് ഹിം ഗോ. ഈ ഒഡീസിയസിനെ അവിടുന്ന് പറഞ്ഞയക്കാത്തത് കാലിപ്സിയോക്ക് ഇയാളെ ഭർത്താവായിട്ട് സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് കാരണം കൊണ്ട് ഇയാൾക്ക് ഓരോ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുകയാണ്. നിത്യയൗവനം, അതുപോലെ തന്നെ ഇമ്മോർട്ടാലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. വാട്ട് ഡസ് അഥീന പ്രിഡിക്റ്റ് ഫോർ ഒഡീസിയസ്. ഇനി ഒഡീസിയസിന് എന്ത് സംഭവിക്കുമെന്നാണ് ഈ കഥയുടെ തുടക്കത്തിൽ തന്നെ അഥീന പറയുന്നത്. അഥീന പ്രിഡിക്ട്സ് എ ഡിഫിക്കൽട്ട് ജേർണി ഫോർ ഒഡീസിയസ്. ഒഡീസിയസിൻ്റെ യാത്ര വളരെ പ്രയാസകരമായിരിക്കുമെന്ന് പറയുന്നുണ്ട്. ഫിൽഡ് വിത്ത് ചലഞ്ചസ് ആൻഡ് ട്രയൽസ്. ഒരുപാട് വെല്ലുവിളികളും പരീക്ഷണങ്ങളൊക്കെ നേരിടേണ്ടി വരും. ബട്ട് ഷീ അഷ്യൂർസ് ഹിസ് ഇവൻച്വൽ റിട്ടേൺ ടു ഇത്താക്ക. പക്ഷേ അവസാനം ഇതെല്ലാം അതിജീവിച്ചുകൊണ്ട് ഒഡീസിയസ് സ്വന്തം നഗരമായിട്ടുള്ള ഇത്താക്കയിലേക്ക് വരും എന്ന് തന്നെയാണ് പറയുന്നത്. വാട്ട് ഈസ് ദ റീസൺ ദാറ്റ് പൊസൈഡോൺ ഡിഡ് നോട്ട് പിറ്റി ഒഡീസിയസ്. ഇനി എല്ലാ ദൈവങ്ങൾക്കും ഒഡീസിയസിനോട് സഹതാപം തോന്നിയ സമയത്തും എന്തുകൊണ്ടാണ് പൊസൈഡോണിന് മാത്രം ഒരു സഹതാപം തോന്നാതിരുന്നത്? Poseidon does not pity Odysseus because he holds a grudge against him for blinding his son, the Cyclops Polyphemus, during his journey. ഈ യാത്രക്കിടയിൽ പൊസൈഡോണിൻ്റെ മകനായിട്ടുള്ള ആളെ അന്ധനാക്കുന്നതിൽ, ബ്ലൈൻഡ് ആക്കുന്നതിൽ ഒഡീസിയസ് ആണ് കാരണക്കാരൻ എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ദൈവത്തിന് മാത്രം ഒഡീസിയസിൻ്റെ അടുത്ത് സഹതാപം തോന്നാത്തത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസ് അതിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ആൻസർ ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ഒഡീസിയസ് ലൈഫ് ബിഫോർ റീച്ചിങ് ഇത്താക്ക. ഇദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തുന്നതിന് മുമ്പുള്ള ഇയാളുടെ ജീവിതത്തെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഒഡീസിയസ് ഫേസ്ഡ് ന്യൂമറസ് ചലഞ്ചസ് ആൻഡ് അഡ്വഞ്ചേഴ്സ് ഓൺ ഹിസ് ജേർണി ഹോം ഫ്രം ദ ട്രോജൻ വാർ. ട്രോജൻ വാർ കഴിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തുന്നതിനിടയിൽ ഇയാൾ ഒരുപാട് വെല്ലുവിളികളും അഡ്വഞ്ചേഴ്സൊക്കെ നേരിടേണ്ടി വരുന്നുണ്ട്. ഹിസ് വാണ്ടറിങ്സ് ടുക്ക് ഹിം ടു വേരിയസ് ലാൻഡ്സ്. ഇനി പല സ്ഥലങ്ങളിലേക്ക്, പല നഗരങ്ങളിലേക്ക്, അതുപോലെ തന്നെ കടലിൽ വരുന്ന സമയത്ത് പല ദ്വീപുകളിലേക്കൊക്കെ അയാൾ പോകുന്നുണ്ട്. വേർ ഹി എൻകൗണ്ടേർഡ് മിത്തിക്കൽ ക്രിയേച്ചേഴ്സ്. അവിടെ മിത്തിക്കൽ ക്രിയേച്ചേഴ്സ്, ദേവതമാർ, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കന്നുകാലിക്കൂട്ടം നമ്മൾ നേരത്തെ പറഞ്ഞു, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ കാണുന്നുണ്ട്. ഫേസ്ഡ് ടെംപ്റ്റേഷൻസ്.
പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാലും ഇനി നാട്ടിലേക്ക് തിരിച്ചു പോകണ്ട, അവിടെ തന്നെ താമസിച്ചാൽ മതി എന്നുള്ള തോന്നലുകളൊക്കെ അയാൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് എക്സ്പീരിയൻസ് ദ റാത്ത് ഓഫ് ഗോഡ്സ്. ഇനി ദൈവകോപത്തിൻ്റെ ഫലമായിട്ട് ഇയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇയാളുടെ കപ്പലിനെ പേമാരി ആക്രമിക്കുന്നതും അതുപോലുള്ള സംഭവങ്ങളും വഴിയിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ അതിജീവിച്ചിട്ടാണ് ഇയാൾ വരുന്നത്. ഡിസ്പൈറ്റ് ഹിസ് ഇൻ്റലിജൻസ് ആൻഡ് കണ്ണിങ്, ഒഡീസിയസ് സ്ട്രഗിൾ ടു ഓവർകം ഒബ്സ്റ്റക്കിൾസ്. ഇയാൾ വളരെ ബുദ്ധിമാനായിട്ടുള്ള ആളും സൂത്രശാലിയായിട്ടുള്ള ആളും ആയിരുന്നെങ്കിലും വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഇയാൾക്ക് തടസ്സങ്ങളൊക്കെ അതിജീവിക്കാൻ വേണ്ടി കഴിയുന്നുള്ളൂ. ആൻഡ് ഹിസ് ജേർണി വാസ് മാർക്ക്ഡ് ബൈ ബോത്ത് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ട്രയൽസ്. ശാരീരികമായിട്ടും അതുപോലെ തന്നെ വൈകാരികമായിട്ടും മാനസികമായിട്ടൊക്കെ തളരുന്ന രീതിയിലുള്ള ഒരു യാത്രയാണ് ഇയാൾ നടത്തുന്നത്. Calypso, the nymph, kept him on her island, Ogygia, delaying his return to Ithaca and his wife Penelope. ഇനി ഒരു ദ്വീപിൽ വെച്ചിട്ട് കാലിപ്സോ എന്ന് പറയുന്ന ഒരു ദേവത ഇയാൾ അവിടെ തടഞ്ഞു വെക്കുന്നുണ്ട്. ഇയാളെ ഭർത്താവായിട്ട് സ്വീകരിക്കണമെന്നാണ് ആ ദേവത ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഇയാൾക്ക് നിത്യ യൗവനമൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലൊന്നും ഇയാൾ സ്വീകരിക്കാതെ സ്വന്തം വൈഫായിട്ടുള്ള പെനലോപ്പിൻ്റെ അടുത്തേക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് തന്നെയാണ് ഒഡീസിയസ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നാട്ടിലേക്ക് തിരിച്ചെത്തുന്നതിന് മുമ്പ് ഒഡീസിയസിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. വാട്ട് ഹാപ്പൻ ടു ഓൾ ദ കമ്പാനിയൻസ് ഓഫ് ഒഡീസിയസ് ആഫ്റ്റർ ദ ഡിസ്ട്രക്ഷൻ. ഇനി യുദ്ധത്തിന് ശേഷം ഒഡീസിയസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ എന്താണ് സംഭവിച്ചത്? ആഫ്റ്റർ ദ ഡിസ്ട്രക്ഷൻ ഓഫ് ട്രോയ്, ഈ ട്രോയ് നഗരം തകർത്തതിന് ശേഷം, യുദ്ധത്തിന് ശേഷം, ഒഡീസിയസ് ആൻഡ് ഹിസ് കമ്പാനിയൻസ് ഫേസ്ഡ് ചലഞ്ചസ് ഡ്യൂറിങ് ദർ ജേർണി ഹോം. തിരിച്ച് നാട്ടിലേക്കുള്ള യാത്രയിൽ അവർ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ട്. മെനി പെരിഷ്ഡ് ഡ്യൂ ടു ദെയർ ഓൺ ഫൂളിഷ് ആക്ഷൻസ്. കുറേയൊക്കെ ആളുകൾ അവരുടെ സ്വന്തം വിഡ്ഢിത്തം കൊണ്ടാണ് മരിച്ചു പോകുന്നത്. സച്ച് ആസ് കൺസ്യൂമിങ് ദ കാറ്റിൽ ഓഫ് ഹീലിയോസ്. നമ്മൾ നേരത്തെ കണ്ടതാണ്, ഹീലിയോസ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ കന്നുകാലി കൂട്ടം ഒരു ദ്വീപിലുണ്ടായിരുന്നു. അവിടെ ചെല്ലുന്ന സമയത്ത് ഇവർ വിശന്നിട്ട് അതിനെയൊക്കെ പിടിച്ചു കഴിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിൻ്റെ പേരിൽ ദൈവകോപം ഉണ്ടായിട്ട് കുറേ പേര് മരിച്ചുപോയി. അതുപോലെ സ്വന്തം വിഡ്ഢിത്തം കൊണ്ട് കുറേ പേരൊക്കെ മരിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. Those who survived the war and initial hardships returned home safely, except for Odysseus, who faced further trials. ഇനി അതെല്ലാം അതിജീവിച്ചിട്ടുള്ള കുറച്ച് ആളുകൾ നാട്ടിലേക്ക് തിരിച്ചെത്തി. പക്ഷെ എല്ലാവരും തിരിച്ചെത്തിയപ്പോഴും ഒഡീസിയസ് മാത്രം തിരിച്ചെത്താതെ കൂടുതൽ പരീക്ഷണങ്ങളും വെല്ലുവിളികളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഉണ്ടായിരുന്നത്. Why did all gods pity Odysseus? ഇനി എന്തുകൊണ്ടാണ് ദൈവങ്ങളൊക്കെ ഒഡീസിയസിനോട് സഹതാപം കാണിച്ചിരുന്നത്? Most gods pitied Odysseus due to the hardships he endured in his quest to return home. സ്വാഭാവികമായിട്ടും വീട്ടിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയിട്ട് എത്രയേറെ പ്രയാസങ്ങളാണ് ഇയാൾക്ക് അതിജീവിക്കേണ്ടി വരുന്നത് എന്നുള്ള കാരണം കൊണ്ടാണ് ദൈവങ്ങൾക്ക് ഇയാളോട് സഹതാപം തോന്നുന്നത്. ഹിസ് റിസൈലൻസ്, ഇയാളുടെ നിരന്തരമായിട്ടുള്ള പരിശ്രമം, ഇയാൾ വിട്ടുപോരാതെ കീഴടങ്ങാതെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇൻ്റലിജൻസ് ആൻഡ് ലോങ്ങിങ് ഫോർ ഫാമിലി ഗാർണേഡ് സിമ്പതി ഫ്രം ദ ഡിവൈൻ ബീയിങ്സ്. കൂടാതെ തന്നെ ഇയാളുടെ ഇൻ്റലിജൻസ്, പിന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തണം എന്നുള്ള ഇയാളുടെ അതിയായിട്ടുള്ള ആഗ്രഹം. നമ്മൾ പറഞ്ഞു, ഈ കാലിപ്സോ എന്ന് പറയുന്ന ഒരു ദേവത ഇയാൾക്ക് നിത്യ യൗവനമൊക്കെയാണ് ഓഫർ ചെയ്തത് ആ ദ്വീപിൽ താമസിക്കുകയാണെങ്കിൽ. പക്ഷേ അതെല്ലാം വേണ്ടാന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള അയാളുടെ ആഗ്രഹം, ഇതൊക്കെ കണ്ടിട്ടാണ് ദൈവങ്ങൾക്ക് ഇയാളോട് സിമ്പതി തോന്നുന്നത്. എക്സെപ്റ്റ് ഫോർ പൊസൈഡോൺ ഹൂ ഹെൽഡ് എ ഗ്രഡ്ജ്. പൊസൈഡോൺ എന്ന് പറയുന്ന ദൈവത്തിന് മാത്രമാണ് സിമ്പതി തോന്നാത്തത്. കാരണം അയാൾക്ക് വ്യക്തിപരമായിട്ടൊരു വൈരാഗ്യം ഉണ്ടായിരുന്നു. റൈറ്റ് എ നോട്ട് ഓൺ ദി ഓപ്പണിംഗ് ലൈൻസ് ഓഫ് ഒഡീസി. ഇനി ഇതിലെ ഓപ്പണിംഗ് ലൈൻസിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ദി ഓപ്പണിംഗ് ലൈൻസ് ഓഫ് ദി ഒഡീസി ഇൻവോക്ക് ദ മ്യൂസ് ആസ്കിംഗ് ഫോർ ഇൻസ്പിറേഷൻ ടു ടെൽ ദ സ്റ്റോറി ഓഫ് ഒഡീസിയസ്. ആദ്യ വരികൾ നമ്മൾ കാണുന്നത് കാവ്യദേവതയോട് ഒഡീസിയസിൻ്റെ കഥ പറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നതാണ്. The poet sets the stage for the epic, describing Odysseus' extensive travels and the challenges he faced after sacking Troy. ഇനി ആ ട്രോയിലെ യുദ്ധത്തിന് ശേഷം തിരിച്ച് ഉള്ള യാത്രയിൽ ഒരുപാട് പ്രയാസങ്ങളും വെല്ലുവിളികളും പരീക്ഷണങ്ങളൊക്കെ നേരിടേണ്ടി വന്നു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഒരു മഹാകാവ്യത്തിനുള്ള ടോൺ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. The invocation to the muse established the narrative tone and introduced the central theme of Odysseus' journey and the struggle he encounters. ഇനി മ്യൂസിനോട് പറഞ്ഞിട്ടാണ് ഈ വിവരങ്ങളൊക്കെ, കാവ്യദേവതയിൽ നിന്നാണ് ഈ വിവരങ്ങളൊക്കെ ഈ നരേറ്റർക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഒഡീസിയസിൻ്റെ യാത്രയിൽ ഇയാൾ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ, അതിനെ അതിജീവിക്കുന്നത്, ഇതൊക്കെയാണ് ഇതിൻ്റെ തീം എന്നുള്ള കാര്യം ആദ്യ വരികളിൽ തന്നെ വായനക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, ഡിസ്ക്രൈബ് ദ ട്രാജഡി ഓഫ് ഒഡീസിയസ്.
ഒഡീസിയസിന്റെ ദുരന്തം വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒഡീസിയസ് ഫേസസ് എ ട്രാജഡി ഓഫ് പ്രൊലോങ്ഡ് സെപ്പറേഷൻ ഫ്രം ഹിസ് ഹോംലാൻഡ് ഇത്താക്ക ആൻഡ് ഹിസ് ഫാമിലി എൻഡ്യൂറിങ് എ 10-year ജേണി. അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ട്രാജഡി. 10 വർഷത്തെ യാത്രയാണ് സ്വന്തം നാട്ടിലേക്ക് ഇയാൾ നടത്തുന്നത്. The loss of his companions during their encounters with mythical challenges, particularly due to consuming Helios cattle, deepens the tragic narrative. അടുത്ത ട്രാജഡി എന്ന് പറയുന്നത് കൂടെയുള്ള ആളുകളെയൊക്കെ നഷ്ടപ്പെടുന്നുള്ളതാണ്. ഒരു യുദ്ധം ജയിച്ചിട്ടാണ് വരുന്നത്. അവിടെ നഷ്ടപ്പെടാത്ത ആളുകളെ കൂടി ഇവരുടെയൊക്കെ ഫൂളിഷ് ആക്ട് കൊണ്ട്, പ്രത്യേകിച്ച് ഹീലിയോയുടെ ഈ കന്നുകാലി കൂട്ടത്തിനെ ആക്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് ദൈവകോപം ഉണ്ടായതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ കൂടെയുള്ള ആളുകളെയൊക്കെ നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു ദുരന്തവും ഇയാൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. Divine interference, such as Poseidon's wrath, contributes to the hardships and delays in Odysseus' return. കൂടാതെ പൊസൈഡോൺ എന്ന് പറയുന്ന ദൈവത്തിന്റെ കോപം ഇയാൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ദൈവകോപത്തിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന വെല്ലുവിളികളും പ്രയാസങ്ങളും അതൊക്കെ ഇയാളുടെ ദുരന്തമായിട്ട് വരുന്നുണ്ട്. Despite his heroic qualities, Odysseus undergoes physical and emotional trials, creating a tragic dimension to his character. ഇനി വളരെ ബുദ്ധിമാനും ശക്തിശാലിയുമായിട്ടുള്ള ആളാണ് ഒഡീസിയസ് എന്നുണ്ടെങ്കിലും ഇത്രയേറെ പ്രയാസങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അയാൾക്ക് ഒരുപാട് ശാരീരികമായിട്ടും മാനസികമായിട്ടും തളർച്ച ഉണ്ടാവുന്നുണ്ട്. അതാണ് അയാളുടെ അടുത്തൊരു ദുരന്തമായിട്ട് നമുക്ക് കാണാവുന്നത്. The yearning for home and family, coupled with the challenges faced, forms the essence of Odysseus' personal tragedy. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ദുരന്തം എന്ന് പറയുന്നത്, ഒന്ന്, ഇയാളുടെ സ്വന്തം നാടും സ്വന്തം കുടുംബവും ഇയാൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവിടേക്ക് തിരിച്ചെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിലാണ് ഇയാൾ എന്നുള്ളത്. 2, ആ യാത്ര ഒരുപാട് ദൈർഘ്യമേറിയതാണ്. ഒരുപാട് പ്രയാസങ്ങളും വെല്ലുവിളികളും ഇയാൾക്ക് ആ യാത്രയിൽ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് ഒഡീസിയസിൻ്റെ ട്രാജഡി ആയിട്ട് വരുന്നത്. Analyze the theme of the poem Odyssey as you have understood from the given text. ഇനി ഈ വരികളിൽ നിന്ന് ഈ പോയത്തിൻ്റെ തീമിനെ കുറിച്ച് നമുക്ക് എന്താണ് മനസ്സിലാവുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ തീം ഓഫ് ദി ഒഡീസി സെൻറ്റേഴ്സ് അറൗണ്ട് ദ ഹീറോസ് ജേർണി മാർക്ക്ഡ് ബൈ ചലഞ്ചസ് ആൻഡ് ട്രയൽസ്. ഒരുപാട് പരീക്ഷണങ്ങളും വെല്ലുവിളികളൊക്കെ നേരിട്ടുകൊണ്ട് ഈ ഹീറോ ആയിട്ടുള്ള ഒഡീസിയസ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നതാണ് ഇതിലെ പ്രധാനമായിട്ട് തീം വരുന്നത്. The consequences of human actions, illustrated through the fate of Odysseus' companions, emphasize the theme of folly. അടുത്തതായിട്ടുള്ള ഒരു തീം വരുന്നത് മനുഷ്യരുടെ വിഡ്ഢിത്വവും അതുപോലെ തന്നെ മനുഷ്യരുടെ പ്രവർത്തികൾക്ക് ഉണ്ടാവുന്ന ഫലവുമാണ്. ഒഡീസിയസിൻ്റെ കൂടെയുള്ള ആളുകൾ അവരുടെ വിഡ്ഢിത്തത്തിൻ്റെയും അവരുടെ പ്രവർത്തികളുടെയും ഫലമായിട്ടാണ് കുറേയേറെ പേര് യാത്ര പൂർത്തിയാക്കാതെ മരിച്ചു പോകുന്നത്. അപ്പോൾ അത് ഒരു തീമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. Divine intervention and the impact of gods on mortal affairs play a significant role. കൂടാതെ മനുഷ്യരുടെ ജീവിതത്തിൽ ദൈവങ്ങൾ ഇടപെടുന്നത് കൊണ്ടുണ്ടാവുന്ന സംഭവങ്ങളൊക്കെ അടുത്തൊരു തീമായിട്ട് നമുക്ക് അതിനകത്ത് കാണാൻ വേണ്ടി കഴിയും. ഷേപ്പിംഗ് ദ നരേറ്റീവ്സ് തീമാറ്റിക് ഡെപ്ത്. The cyclical nature of challenges and Odysseus' resilience highlight the theme of perseverance in the face of adversity. ഇനി ഒഡീസിയസ് ഒരു പരീക്ഷണത്തിന് ശേഷം, ഒരു വെല്ലുവിളിക്ക് ശേഷം അടുത്തത് എന്നുള്ള രീതിയിൽ ഓരോന്നായിട്ട് അതിജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൽ ഓരോ പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോഴും നമ്മൾ തളരാതെ ഓരോന്നിനെയും അതിജീവിക്കണം എന്നുള്ളൊരു തീം കൂടി നമുക്ക് ഈ കവിതയിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. The overarching theme of homecoming underscores the importance of one's roots and the enduring quest for a sense of belonging. അടുത്തൊരു തീം എന്ന് പറയുന്നത് സ്വന്തം നാടിൻ്റെയും സ്വന്തം വീടിൻ്റെയും പ്രാധാന്യമാണ്. ഒരുപാട് ടെംപ്റ്റേഷൻസും ഇയാൾക്ക് ജീവിക്കാൻ കഴിയുമായിരുന്ന പല സ്ഥലങ്ങളിലൂടെ ഇയാൾ കടന്നുപോയിട്ടും അവിടെ ഒന്നും നിൽക്കാതെ സ്വന്തം നാട്ടിലേക്കും കുടുംബത്തിലേക്കും തന്നെ തിരിച്ചു വരാൻ വേണ്ടി ഇയാൾ ആഗ്രഹിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സ്വന്തം നാടിൻ്റെയും വീടിൻ്റെയും ഒരു പ്രാധാന്യം എന്നുള്ളൊരു തീം കൂടി നമുക്ക് ഈ കവിതയ്ക്കകത്ത് കാണാൻ കഴിയും. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അറ്റംപ്റ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് കിങ് ഒഡീസിയസ്. ഒഡീസിയസിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഒഡീസിയസ് ഈസ് എ മൾട്ടിഫേസറ്റഡ് ഹീറോ നോൺ ഫോർ ഹിസ് കണ്ണിങ്, ഇൻ്റലിജൻസ് ആൻഡ് സ്ട്രാറ്റജിക് പ്രോസ്. ഒഡീസിയസ് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഹീറോയാണ്. അയാൾ സൂത്രശാലിയാണ്, ബുദ്ധിമാനാണ്, കൂടാതെ തന്നെ യുദ്ധതന്ത്രങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. His leadership qualities are evident in both the Trojan War and his efforts to navigate challenges on the journey home. ഇനി അയാൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. ആ യുദ്ധത്തിനകത്തും യുദ്ധം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചുള്ള യാത്രയിലും ആ ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് കാണാൻ വേണ്ടി കഴിയും.
Odysseus' resourcefulness shines through in his encounters with mythical beings, showcasing his adaptability and quick thinking. ഇനി ഇയാൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിജീവിക്കാൻ കഴിയുന്ന ആളും കൂടാതെ തന്നെ പെട്ടെന്ന് ചിന്തിച്ച് തീരുമാനം എടുക്കാൻ കഴിയുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇയാളുടെ മുന്നിൽ വരുന്ന പല തടസ്സങ്ങളെയും ഇയാൾക്ക് അതിജീവിക്കാൻ വേണ്ടി സാധിക്കുന്നത്. The emotional toll of separation from family adds depth to his character, revealing a vulnerable and longing side to their heroic king. ഇനി ഇയാൾ ഒരു കിങ് ആണ്, വളരെ ശക്തിമാനും അതുപോലെ തന്നെ ധൈര്യശാലിയുമായിട്ടുള്ള ഒരാളാണെന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഇയാളുടെ മനസ്സിൽ ഇതുപോലെ സ്നേഹവും അതുപോലെയുള്ള വികാരങ്ങളും ഉണ്ടെന്നുള്ളതാണ് നമുക്ക് ഇയാളുടെ വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഈ ആഗ്രഹത്തിൽ നമുക്ക് കാണുന്നത്. കാരണം ഒട്ടേറെ പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടും സ്വന്തം കുടുംബത്തിലേക്കും നാട്ടിലേക്കും തിരിച്ചു വരണം എന്നുള്ളൊരു ആഗ്രഹം ഇയാൾക്ക് ഉണ്ടായിരുന്നു. അതും ഇയാളുടെ ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് കാണാവുന്നതാണ്. Despite facing setbacks, Odysseus' determination and resilience mark him as a complex and compelling protagonist. ഇനി കൂടാതെ പ്രധാനമായിട്ട് വരുന്നത് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും തളരാതെ അതിജീവിച്ചുകൊണ്ടിരിക്കുന്ന നിരന്തരം പരിശ്രമിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് ഒഡീസിയസിനെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇത്രയൊക്കെയാണ് നമുക്ക് ഒഡീസിയസിൻ്റെ ക്യാരക്ടറിൽ വരുന്നത്. ഇനി ഈ പോയത്തിൽ പൊതുവിൽ നമുക്ക് ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.